ഹലോ. ഹലോ. ആ സാറേ, ഹരി സാറല്ലേ? അതെ. സാറേ, ഞാനൊരു വീട് വെച്ചായിരുന്നേ. നല്ല കാര്യമാണല്ലോ. മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. വീട് വെക്കുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരും, സാമ്പത്തിക ചെലവല്ലേ? സാറേ, സാമ്പത്തികത്തിന്റെ പ്രശ്നമല്ലെന്നേ. പിന്നെ ഞാനേ വീട്ടിനുള്ളിൽ ബാത്റൂം പണിതായിരുന്നു. പണിഞ്ഞു? അതിന്റെ യൂറോപ്യൻ ക്ലോസറ്റ് പടിഞ്ഞാട്ടേടായി പോയി. പടിഞ്ഞാറോട്ടാണ് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത്. അപ്പോ സൂര്യനിലോട്ട് ഭ്രഷ്ടം നിൽക്കുന്നു, സൂര്യൻ ഭ്രഷ്ടം കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട് പൊളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവന്മാർ. അല്ല, വീട് പൊളിക്കണം എന്നാണോ ഇത് മാറ്റണം എന്നാണോ? ഇത് മാറ്റണമെന്നാ. ഈ സംഭവം ഇങ്ങനെ പാടില്ല. അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ അയ്യത്ത് പറമ്പിലെ ആറിന്റെ തീരത്തൊക്കെയാണ് പൊക്കൊണ്ടിരുന്നത്. അന്ന് കിഴക്കെവിട, പടിഞ്ഞാറെവിട, തെക്കെവിട, വടക്കെവിട എന്ന് അറിയത്തില്ല. പിന്നീട് ഇത് മറപ്പുരകളായി. വാസ്തുവിൽ എവിടെയാണ് യൂറോപ്യൻ ക്ലോസറ്റ്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടി. ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ വാസ്തുവിലെ ഗ്രന്ഥത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന യൂറോപ്യൻ ക്ലോസറ്റിനെ പറ്റി പറയാനൊരു മാർഗവുമില്ല. മര്യാദയ്ക്ക് ആളുകൾ കാണാത്ത രീതിയിൽ ഒന്ന് അപ്പിയിടണം, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വീടും വെച്ചിട്ട് ഇത് പൊളിച്ചു കളഞ്ഞില്ലാത്ത പൈസ, വീട് വെപ്പേ പൈസ ചിലവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി വെച്ചതിൽ ഇനി നിങ്ങൾ പൊളിക്കണേ ഒരു 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരത്തില്ലേ? അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്ന ആളല്ലേ? അപ്പം നമ്മളോട് ഒരാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന ആളോട് ചോദിക്കണം, വാസ്തുവിലെ ഏത് ഗ്രന്ഥത്തിലാണ് ഇത് എഴുതിയേക്കുന്നത് എന്ന് ചോദിക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ? എന്തിനപ്പോ? പൈസ ഉണ്ടോ ഒത്തിരി? അപ്പൊ പിന്നെ പേടിക്കേ വേണ്ട. ഓക്കെ, ശരി. ഹരിചേട്ടാ. ആരാ? ഓ, ആരാണ്? ഒന്ന് വരുമോ ചേട്ടാ? വീട്ടിൽ സമാനം തരത്തില്ലേ? എന്താ കാര്യം പറ. മനുഷ്യ കാലെ പിടിച്ച് നിലത്തിരിക്കുക. കാര്യം പറ. പാസ്പോർട്ട് എടുത്ത് എറിയും ഞാൻ കേട്ടോ. കാര്യം പറ. ഞാനും ഒരു പെൺകുട്ടിയായിട്ട് 8 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. നല്ല കാര്യം. നിങ്ങൾക്ക് പ്രേമിക്കാൻ പറ്റിയല്ലോ. പ്രേമിക്കാൻ പറ്റൂടെ? കല്യാണം നടക്കാതെ കുറേ ആണുങ്ങൾ കിടന്ന് വിഷമിക്കുന്നു. പക്ഷേ വീട്ടിൽ കല്യാണം ഉറപ്പിച്ച്. അപ്പോൾ ജ്യോതിഷനെ പോയി കണ്ട്. ഉറപ്പിച്ചിട്ട് പിന്നെ പോയി കണ്ട്. അപ്പോൾ പുള്ളി നോക്കിയപ്പോഴേക്കും 10ൽ 5 ഉള്ളൂ പൊരുത്തം. ചേട്ടാ, എങ്ങനെയെങ്കിലും 10ൽ 10 ആക്കി തരാൻ ചേട്ടാ. ഞാൻ നല്ല ഇതാക്കുന്നേ. എനിക്കങ്ങനെ ആക്കാൻ പറ്റത്തില്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞേ? 8 വർഷം പ്രണയിച്ച ഒരു പെണ്ണിന് ജീവിതം കൊടുക്കാൻ വേണ്ടി പിന്നെ പൊരുത്തം നോക്കാൻ നടക്കുന്നത് ചട്ടകം പഠിപ്പിച്ച് ചന്തി വെക്കണ്ടേ? ശരിയല്ല. ഒരു പെണ്ണിന് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. ഇത് തേക്കാനുള്ള പരിപാടിയല്ലേ മോനെ? എന്നെ മുൻനിർത്തിയിട്ട് ഒരിക്കലല്ല. അത് തേക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ്. അല്ല ചേട്ടാ, എന്തായാലും വീട്ടിൽ വന്നൊന്ന് സംസാരിച്ചൊന്ന് റെഡിയാക്കി തരണം. ഞാനോ? എന്നെ പിടിച്ചു കെട്ടി ഇടിക്കാനുള്ള പരിപാടിയാണോ? നിങ്ങൾ സമാധാനം. നിങ്ങൾ ആ കൊച്ചിനെ തന്നെ കെട്ടണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് തന്നു. നിങ്ങൾ റിലാക്സ് ചെയ്യും. പ്രത്യേക കോഫി ഉണ്ട് എൻ്റെ. ഞാൻ ഒരാളെ തപ്പിയിരിക്കരുത് പരീക്ഷിക്കാൻ. കാപ്പി കുടിക്കുന്നതോടുകൂടി ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇതൊന്നും ഇടിച്ച് കളയരുത്. കാപ്പി ഇഷ്ടമാണോ? അല്ല, ജ്യോതിഷ കാപ്പി വല്ലതും. ജ്യോതിഷ കാപ്പി മനസ്സ് കുടിക്കുന്നതോടുകൂടി ആ പെൺകുട്ടി രക്ഷപ്പെടുമോ? ആ പെൺകുട്ടി രക്ഷപ്പെടും. എല്ലാം ലൈക്കുമായി ആ പെൺകുട്ടി. ഞാൻ ആദ്യം പഞ്ചസാര ഇടും. കാപ്പി നിങ്ങളെങ്ങനെ? ഞാൻ ആദ്യം വെള്ളം ചൂടാക്കും. വെള്ളം ചൂടാക്കി ഞാൻ ചൂടാവുന്നതോടൊപ്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും. ചേട്ടാ ചൂടാവാറുണ്ടോ? അങ്ങനെ വലുതായിട്ടില്ല, എങ്കിലും ചില സമയത്തൊക്കെ ചൂടാകും. പക്ഷേ എങ്കിലും അങ്ങനെ എനിക്ക് ഇപ്പം ഭയങ്കര ദേഷ്യം എന്നൊരു സാധനം അങ്ങനെയില്ല. ഇല്ല, ഞാൻ ഭയങ്കര കൂളാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ മാനേജ് കൊണ്ടുപോകും? ഈ ഹൈ പ്രഷർ, ഹൈ ടെൻഷൻ. അത് ഞാൻ യാത്രകൾ പോകും. കാരണം എന്താ പറയുക, ഇതിനകത്തൊരു രസം എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫഷനിൽ ശമ്പളം കൂടി കിട്ടിയെന്ന് പറയാൻ ആരും വരാറില്ല. ലോട്ടറി അടിച്ചെന്ന് പറയാൻ ആരും വരത്തില്ല. എല്ലാം ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നമാണ്. പക്ഷെ നമുക്കറിയാലോ, നമുക്ക് രാവിലെ കുളിച്ച് കുറുതൊട്ടിരിക്കുമ്പോൾ പരിചയമില്ലാത്ത ആളുകൾ വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. ഞാനതിന് മാറ്റാൻ കണ്ടുപിടിക്കുന്ന മാർഗം ട്രാവലാണ്. മെയിനായിട്ട് യാത്ര പോകും. അപ്പം ഞാൻ താത്വികമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? താത്വികാവലോകനം. ഈ അസ്ട്രോളജി അപ്പം നല്ലൊരു പരിപാടിയാണ്? നല്ല പരിപാടിയാണ്. നല്ല പരിപാടി ആക്കാവുന്നവർക്ക് വലിയ പരിപാടിയാണ്. ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യമായ ഒരു തൊഴിലാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് ജീവിതം അനുഭവം. ഇപ്പം നിങ്ങൾ വിറച്ചുകൊണ്ട് വന്ന് നിന്നിങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ശരിക്കും ഈ കുറച്ച് നേരത്തേക്കെങ്കിലും ആ പെൺകുട്ടിയെ ഒന്ന് മറന്നില്ലേ? തീർച്ചയായും. ആ ടെൻഷൻ അത്രേ ഉള്ളൂ. അത് ഒരാൾക്ക്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ചോദ്യം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ഒരു അസ്ട്രോളജറാണോ സൈക്കോളജിസ്റ്റാണോ? അസ്ട്രോളജറാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന തൊഴിലുണ്ടോ? നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് ആളുകളെ റെഫർ ചെയ്യാറുണ്ട്. പലർക്കും അവരുടെ പ്രശ്നങ്ങൾ സൈക്കോളജിക്കലാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചിന്ത, ഭാരതം പണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സൈക്കോളജി കൂടാണ് ജ്യോതിഷം. പണ്ട് കാരണം എന്താ ചെയ്യുന്നത്, അൾട്ടിമേറ്റ് ആയിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്ന ഒരാളെ
ഇതൊക്കെ എന്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ആര് പറഞ്ഞാലും അവർക്കൊരു ആശ്വാസം കിട്ടും. ഒരു ആസ്ട്രോളജർ പറയുമ്പോൾ അത് പഠിച്ചിട്ട് പറയുന്ന ഒരാൾ പറയുമ്പോൾ അവർക്ക് അതിന് കിട്ടുന്ന ഒരു റിലീഫ് വേറെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ വീട് വെക്കുക, കല്യാണം സമയം, ഈ ഒരു സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത്. ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഇതിനെ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പം അൻസിൽ വന്നു എന്നോട് ചെന്ന് ചോദിച്ചു, എനിക്കൊരു പെണ്ണായിട്ട് പ്രണയമാണ്, 8 വർഷം പ്രണയമാണ്, ഇത് പൊരുത്തമില്ലെന്ന് പറയുന്നു എന്ന് പറയുന്നു. എനിക്കിതിനെ 2 തരത്തിൽ കൈകാര്യം ചെയ്യാം. ഒന്ന് അൻസിലിനോട് പറയുന്നത്, അൻസില ഇത് മരണമാണ്, നിങ്ങൾ കല്യാണം കഴിച്ചാൽ മരിച്ചു പോകും, അപ്പോൾ ആ പെൺകുട്ടിയും മരിച്ചു പോകും, അപ്പോൾ ആരും മരിക്കാൻ ആഗ്രഹിക്കത്തില്ല, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയില്ല. വേണമെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോട് ഇത് പറയാം. എന്നിട്ട് പറയാണ്, ഒരു 50,000 രൂപ തന്നിട്ട് ഞാനൊരു ചെറിയ കർമ്മം ചെയ്യും, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, ശരിയാകും എന്ന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങളത് ചെയ്യും, എനിക്ക് 50,000 രൂപ കിട്ടും. 1 ലക്ഷം പറഞ്ഞാലും കിട്ടും. കാരണം എന്താ, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല എന്നെ മരണത്തിന് സേവ് ചെയ്യും കൂടെ. മരണത്തിന് സേവ്. അപ്പം ഇത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യാം. പക്ഷെ ഞാൻ പറയാറുള്ളത്, ജ്യോതിഷത്തിലെ നിയമം എന്ന് പറയുന്നത് പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത്. യസ്യാം മനസ്സമാസക്തം താമൈവ വിവഹേൽ ബുധ സർവാനുഗുണഭാഗേബി മനോനുഗുണതാധികം. ഒന്നും മനസ്സിലായില്ലല്ലോ. വേണമെങ്കിൽ ഇതിനെ എനിക്ക് വേറൊരു അർത്ഥം പറയാം. ഇത് നിങ്ങൾ 50,000 രൂപ കൊണ്ടൊന്നും എനിക്ക് തന്ന് പൂജ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുന്നു വേണമെങ്കിൽ അർത്ഥം പറയാറ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെയും കൈകാര്യം ചെയ്യാം. അങ്ങനെ ഒരു ബിസിനസ് സാധനം ഇതിലുണ്ട്. ഞാനത് ബിസിനസ് ചെയ്യുന്നില്ല. ചേട്ടാ, നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു കൺവെൻഷണൽ അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ തോട്ടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേജിനെ ബ്രേക്ക് ചെയ്തപ്പോഴാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു സാധാരണഗതിയിൽ ചേട്ടൻ അന്ന് ആ കേസിനെ ഹാൻഡിൽ ചെയ്തപ്പം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനെ വളരെ ലൈറ്റായിട്ട് വിട്ടപ്പോഴേക്കും അതിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പം അതൊരു പർപ്പസ്ഫുൾ ആക്റ്റായിരുന്നു. മനസ്സിലായി. ഇത് ഇൻ്റർവ്യൂ പരിപാടിയാണല്ലേ. ഓക്കെ, ഇനിയിപ്പം പ്രിജു നമുക്ക് ഒന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന സംസാരിക്കാം. അപ്പം കാപ്പി ആണോ? താങ്ക് യു. നമുക്ക് പർപ്പസ്ഫുള്ളി ഒരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? കാശ്, പ്രശസ്തി ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇതിനെ ഫിനാൻഷ്യലി ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ലക്ഷ്യം. ശരിക്കും ഇപ്പം നമുക്കൊരു കാര്യം, ഇപ്പം ഞാൻ ആസ്ട്രോളജിയെ സംബന്ധിച്ച് തന്നെ പറയാണ്, എനിക്കിങ്ങനെ പറയാതിരിക്കുന്നതാണ് ഇപ്പോഴുള്ളതിനേക്കാൾ ലാഭം. അപ്പം ഹരിപത്തനാപുരത്തിനെ പോലെ എത്ര ഹരിപത്തനാപുരങ്ങളുണ്ട്? ഒരുപാടുണ്ട്. അവരെന്താ പുറത്തേക്ക്? അവർ പ്രശസ്തരാകത്തില്ല. ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഇതിനെ ഭയങ്കര സ്വാത്വികമായിട്ട് കൊണ്ട് നടക്കുന്ന പാരമ്പര്യമായ ജ്യോതിഷികളും അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഗണക സമുദായത്തിൻ്റെ ഒരു കുലത്തൊഴിലാണിത്. ഇതൊരു പാരമ്പര്യ തൊഴിലാണ്. അപ്പോൾ ഇത് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു ഹരിപത്തനാപുരം ഇത് പബ്ലിക്കലി വിളിച്ചു പറയുന്നു, മറ്റുള്ളവർ പബ്ലിക്കിന്റെ തെറിവിളി കേൾക്കാതിരിക്കാൻ മിണ്ടാതിരിക്കുന്നത്. രണ്ടുപേരും വ്യത്യാസം. അപ്പോൾ ഈ ഗണക സമുദായത്തിലല്ലാത്ത ഒരാൾ ഇതിനകത്ത് വന്നെന്താ കുഴപ്പം? ഇവരെ പഠിക്കാൻ കുഴപ്പമില്ലല്ലോ, പഠിക്കുന്നുണ്ട്. പക്ഷെ വന്നിട്ടേ ഞങ്ങളുടെ കുലത്തൊഴിലിനെ നാട്ടുകാരുടെ മുമ്പിൽ തെറിവിളിപ്പിക്കാൻ നിൽക്കരുത്. അല്ലാത്തവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇത് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ മനസ്സിലായി. ഇതിനകത്തൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു അസ്ട്രോളജർ അല്ലെങ്കിൽ ഒരു ജ്യോതിഷി, അയാൾ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അടുക്കളയിൽ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പം ഈ പറഞ്ഞ ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ പ്രത്യേക നിയമാവലികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടാകും. ഒത്തിരി പേര് ഇതൊക്കെ പാലിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കാത്ത ഒരാളാണ് ഞാൻ. അതായത് ഞാൻ നല്ലോണം നോൺ വെജ് കഴിക്കുന്ന ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നോൺ വെജ് ഫുഡാണ്. അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നാളെ എന്നെ കാണാൻ 10 പേര് വരേണ്ടെന്ന് തീരുമാനിച്ചാൽ അതിൽ സന്തോഷിക്കുന്ന ആളാണ്. നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്താണ് നിങ്ങൾക്ക് തരുന്നത്, എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് നോക്കിയിട്ട് വന്നാൽ മതി. ഞാൻ എന്ത് കഴിക്കുന്നു എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ആവശ്യം. ഇത് ഞാൻ പരസ്യമായിട്ട് പറയുന്നു, രഹസ്യമായിട്ട് ചെയ്തിട്ട് പരസ്യമായിട്ട് ഞങ്ങൾ ഇത് കഴിക്കാറില്ല എന്ന് പറയുന്ന ആളുകൾ. ഒരു മനുഷ്യന് എന്തെല്ലാം ബലഹീനതകളുണ്ടോ ആ ബലഹീനതകളെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അതെനിക്കിപ്പം ഞാനങ്ങ് ഭയങ്കര സംഭവമാണ്, ഞാൻ വളരെ ഡീസൻറ്റ് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം തല്ലിപ്പൊളിയും അതൊക്കെയുള്ള ആളായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ വളരെ വാറ്റിനാണ്, അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ എന്നെ ഇത് കേട്ട് വിശ്വസിക്കുന്നവർ വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ഞാൻ ചിക്കൻ്റെ വെറൈറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫും കഴിക്കാറുണ്ട്. ചിക്കൻ്റെ വെറൈറ്റീസും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബീഫ് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, മറ്റേ കൊളസ്ട്രോളും അതൊക്കെ വരും എന്നുള്ളത് കൊണ്ട് കുറവാണ്. എങ്കിലും പൊറോട്ടയും ബീഫും ഒരാൾ മേടിച്ച് തന്നാൽ ഞാൻ കഴിക്കും. എനിക്ക് 10, 20, 25 വർഷമായിട്ടുള്ള സൗഹൃദങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ഞാൻ പണ്ട് നടന്നവൻ ഇപ്പം ഞാൻ ഭയങ്കര ബാല്യനാണ്, ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ്. ഇവരോട് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ വിശ്വസിക്കായിരിക്കും, പക്ഷേ ഇവന്മാരില്ലേ കൊല്ലത്തില്ലേ. അതുകൊണ്ട് ഞാനങ്ങനെ പറയാറുമില്ല. എനിക്ക് അന്നത്തെ സുഹൃത്തുക്കളാണ് ഇന്നുള്ളത്. ഇപ്പോൾ ശരിക്കും അടുത്ത മാസം ഒരു തായ്ലൻഡ് യാത്ര പോകണം.
എൻ്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന സുഹൃത്തും ഞാനിവിടെ പോകുന്നത്. ഏതെങ്കിലും അമ്പലത്തിൽ പോവാണ്. ശരി, നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റാ. ഞാൻ അവിടെ നൈറ്റ് ക്ലബ്ബുകളോ അതല്ല, അവിടെ കുറേ ക്ഷേത്രങ്ങളുണ്ട്, ബുദ്ധവിഹാരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മറ്റൊരിടത്ത് പോകത്തില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ അതേപ്പറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു രസകരമായി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടി പോവാണ്. പക്ഷെ എൻ്റെ സുഹൃത്താണ് കൊണ്ടുപോകുന്നത്. ചേട്ടാ ഇതിനകത്ത് ഫാനില്ല, ഭയങ്കര ചൂട്, എനിക്ക് വിയർക്കുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. നിങ്ങൾ ഇതുവരെ കുടിച്ചില്ല കേട്ടോ. നിങ്ങൾ ഞാൻ കുടിക്കുന്നത് നോക്കി ഇരിക്കുകയാണ്. അല്ല, ഞാൻ നിങ്ങൾ വിശേഷം വളരെ ഗഹനമായി പറയുന്നു. ഓ ശരി ശരി. ചേട്ടാ വൈഫ് അഡ്വക്കേറ്റാണ്, ക്രിമിനൽ വക്കീലാണ്. അപ്പം ഈ ജ്യോതിഷിയും ക്രിമിനൽ വക്കീലും കൂടെ ഉള്ള ഒരു ക്ലാഷ് അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, എല്ലാ വീട്ടിലും ഉള്ള പോലെ. ഇച്ചിരി കൂടുന്നേ ഉള്ളൂ. വാദിക്കുമോ? ഞാൻ പിന്നെ ജയിക്കാൻ വേണ്ടി വാദിക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ജ്യോതിഷവും പൊരുത്തമൊക്കെ നോക്കുന്ന കൂട്ടത്തില്ലേ, ഇപ്പം നാട്ടുകാർ പലരും പറയും ഇയാൾ മറ്റേ ജ്യോതിഷം തിരുത്തി കല്യാണം കഴിച്ച ആളല്ലേ? ജ്യോതിഷം തിരുത്തിയല്ല, ജാതകം. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള നക്ഷത്രത്തിന് തീരെ പൊരുത്തം ഉണ്ടായിരുന്നില്ല. മധ്യമരഞ്ജു എന്നൊക്കെ പറഞ്ഞ ദോഷമുള്ളതാണ്. അപ്പോൾ പക്ഷെ നമുക്ക് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ വാക്ക് കൊടുത്താൽ, അത് ഒരു പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും നമ്മൾ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്താൽ അതിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പാലിക്കണം എന്നുള്ളൊരു ആളാണ് ഞാൻ. പലരും അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞടാ, ഇതിങ്ങനൊരു പ്രശ്നമില്ലയോ, ഭാവിയിൽ അത് ഇഷ്യൂ ആവത്തില്ലേ എന്ന് ചോദിച്ചപ്പം എനിക്ക് അച്ഛനെ ഇത് കൺവിൻസ് ചെയ്യുകയും വേണം, നടത്തുകയും വേണം. അപ്പോൾ ജ്യോതിഷ നിയമം വെച്ച് തന്നെ അച്ഛനെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ ഞാനന്ന് ഒത്തിരി ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഒരു പദ്യം കണ്ടെത്തി. ഗണ്ണാന്താൽ സമനാടികം വ്യതിപവേദസ്തു ദുർമൃത്യുതോ തത്തത് മധ്യമരഞ്ജുവച്ച മൃതിദാ താരാദ്യം പുംശ്രീ എന്നൊക്കെ പറഞ്ഞൊരു പദ്യം. അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിലാണ് പ്രശ്നം, ഇതങ്ങനെ ഇല്ല എന്നൊക്കെ അച്ഛനെ കൺവിൻസ് ചെയ്തു. അങ്ങനെയാണ് കല്യാണം നടത്തിയത്. ഇപ്പം നമ്മുടെ ഇപ്പം എന്നോട് പറയൽ വന്ന ഒരു പ്രധാനപ്പെട്ട 2 ഗസ്റ്റുകൾ എടുത്താൽ, ഒന്ന് ജോസഫ് അന്നംകുട്ടി ജോസാണ്, മറ്റത് ബാബു രാമചന്ദ്രനാണ്. അപ്പം ഇവർ രണ്ടുപേരും ചോദിച്ചൊരു കോമൺ ചോദ്യമുണ്ട്. ജോസഫ് അന്നംകുട്ടി ജോസഫ് പലപ്പോഴും ഈ ഡിപ്രഷൻ റിലീവിങ് ആയിട്ടുള്ള പല കാര്യം, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പുള്ളി അതിലാണ് ഒരു എക്സ്പേർട്ട് ഉള്ളത്. അപ്പം രണ്ടാമത് ബാബുവിന്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ചേട്ടാ ഈ ഡിപ്രഷൻ പോലെ പോടാ, എനിക്ക് അതിന് സമയമില്ല, ഡിപ്രഷൻ അടിക്കാൻ സമയമില്ല, ബിക്കോസ് ഐ ഹാവ് സോ മെനി തിങ്സ് ടു ഡു. അപ്പം അതിനെ എങ്ങനെ നിങ്ങൾ? പക്ഷേ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഡിപ്രഷൻ ആയാൽ ഉടനെ അയാളുടെ അടുത്തോട്ട് ചെന്നിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് വരൂ, നിങ്ങൾ ഇത് വരൂ, നിങ്ങൾ അത് ചെയ്യൂ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ്റെ വീഡിയോ കണ്ടു, എടാ നീ ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതൊന്നും അല്ല. അതിനൊരു സയൻറ്റിഫിക്കൽ മെത്തേഡുണ്ട്, അത് പഠിച്ചവർക്കേ ചെയ്യാൻ പറ്റൂ. ഈ മോട്ടിവേഷൻ സ്പീക്ക് നമുക്ക് ആർക്കും നടത്താം, നമുക്ക് എല്ലാവർക്കും നടത്താം. പക്ഷെ ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പം അസാധ്യമായതൊന്നുമില്ല മറ്റൊരുത്തൻ്റെ കാര്യമാകുമ്പം. ഇപ്പം ഈ നമ്മുടെ ഈ ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. പക്ഷെ നാളെ ഞാൻ ആവത്തില്ലെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. അതിനകത്തൊരു നമുക്കത് ഇതാവുന്ന ആളുകളൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞൊരു ഇൻസിഡൻറ്റ് മതി നമ്മളെ മാനസികമായിട്ട് താളം തെറ്റിക്കാൻ. അതാകത്തില്ലെന്നുള്ളത് കോൺഫിഡൻസ് ആണ്. നല്ലതാവട്ടെ, അങ്ങനെ ആകാതിരിക്കട്ടെ. പക്ഷേ ആകുന്നവർ ബോധപൂർവം ആകുന്നവരല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം എനിക്ക് ചിന്തിക്കാൻ ഒത്തിരി സമയമുള്ളത് കൊണ്ടാണ് ഞാൻ ഡിപ്രഷനിലാവുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതൊരു സ്റ്റേജാണ്, അതൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്. അങ്ങനെ മനസ്സിലാക്കുന്നത് നല്ലത്. ഇപ്പോൾ പിള്ളേരുടെ ഒരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾ ഭയങ്കര പഠിക്കണം എന്ന് പറയുന്നൊരു അച്ഛനല്ല. എൻ്റെ പിള്ളേരൊക്കെ ഷോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര മാർക്ക് മേടിക്കണം അങ്ങനത്തെ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചിന്തിക്കത്തുമില്ല. മാർക്ക് കുറച്ച് മേടിച്ചാൽ പൊറോട്ട ചിക്കൻ മേടിച്ചു കൊടുക്കുന്ന ഒരച്ഛനാണ് ഞാൻ. അത്യാവശ്യം പഠിക്കുക എന്നുള്ളതാണ്, നല്ല റീഡിങ് ഉണ്ടാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കുന്നത് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കേവലം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ്. ജീവിക്കാൻ പഠിക്കുന്നത് അതുകൊണ്ടല്ല, എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പം നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും ഇന്നത്തെ ഇപ്പം അൻസിൽ ഇന്ന് കിട്ടിയ പാഠം എന്താ, ഇന്ന് എത്ര പ്രകോപനം ചോദിച്ചാലും ചിരിച്ചോണ്ട് മറുപടി പറയാൻ ഒരാൾക്ക് പറ്റും എന്നുള്ളൊരു. പക്ഷേ ചിരിച്ചോണ്ട് ചോദിക്കണം എന്നുള്ളതാണ്. ചിരിച്ചോണ്ട് തേനോടുകൂടി. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങളുടെ ചോദ്യം എന്താ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ പേര് വേറെ സംഭവമാണ്, നിങ്ങൾ മാന്യനാണെന്ന് കാണിച്ചിട്ട് നിങ്ങൾ പൈസ അടിക്കാനല്ലേ എന്ന് ചോദിച്ച ചോദ്യം നിങ്ങൾ തേനിൽ ചാലിച്ച് ചോദിച്ചു. അപ്പം അങ്ങനെയും ചോദിക്കാം പഠിച്ചു. അപ്പം ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ പാഠം എന്ന് പറയുന്നത് നാളെ അങ്ങനെ ചോദിക്കാം എന്നുള്ളത് കൂടിയാണ്. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് അതാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അല്ലാതെ അവരങ്ങ് ത്രൂട്ടിരുന്ന് പഠിക്കണമെന്നോ പഠിപ്പിസ്റ്റുകളാവണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾ അങ്ങനെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇന്നതാവണം ഇങ്ങനെ പഠിക്കണം എന്നൊന്നും ആഗ്രഹം പറഞ്ഞിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ. ചേട്ടാ, ഒരു ഡോക്ടർക്ക് പനി വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഡോക്ടറെ അടുത്ത് പോകും. ഒരു ബാർബർക്ക് മുടി വെട്ടണമെങ്കിൽ മറ്റൊരു ബാർബർ വേണം. ഒരു ജ്യോതിഷൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാൻ മറ്റൊരു ജ്യോതിഷം വേണോ? പോവുകയില്ല, ഭയങ്കര ശത്രുക്കളായിരിക്കും. അങ്ങനെ പോകാനുള്ള സാധ്യതയെ വളരെ കുറവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഇതിനകത്തൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം മോശം, അതിന് പരിഹാരം അങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ. അത് അവർ തന്നെ കണ്ടുപിടിച്ചൊക്കെ ചെയ്യും. എനിക്ക് തോന്നില്ല പോകുന്നു കേട്ടോ. അല്ല, നമ്മളിത് എങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സമയദോഷം ആയിരിക്കുമല്ലോ നമ്മൾ വെക്കുമ്പോൾ. ആ ഒരു എനിക്ക് ഏറ്റവും മോശം സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് തലവ് ചെയ്തു എനിക്ക് സത്യമായിട്ട് എനിക്ക് 7:30 ശനിയാണ്.
വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന അപവാദം കേൾക്കേണ്ടത് അങ്ങനത്തെ സമയമാണ് എനിക്ക്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലേ? അല്ല, ഇപ്പോഴത്തെ പർട്ടിക്കുലർ ഈ ടൈം പ്രശ്നമാണ്. അപ്പോൾ ഈ ശനി എവിടെയാണ് ഇതിൽ കണക്ട് കിടക്കുന്നത്? ആ ശനിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജ്യോതിഷ നിയമത്തിലുള്ള ശനിയിൽ ഇപ്പോൾ 7:30 ശനി എന്ന് പറഞ്ഞ സമയമാണ്. വേണമെങ്കിൽ ശ്രദ്ധിച്ചു, നിനക്ക് വിശ്വാസമില്ലേ ശ്രദ്ധിക്കണ്ട. ഇപ്പം പല തരത്തിലുള്ള ഇപ്പം കൈനോട്ടം, ന്യൂമറോളജി, ആൽഫറ്റോളജി, റംബോളജി എന്ന് പറയുന്നത് നിതംബശാസ്ത്രം, അപ്പം അങ്ങനെയുള്ള ഇനി പല സാധനങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം പല റൂട്ടാണോ, പല ട്രാക്കാണോ, അല്ലെങ്കിൽ പലരും പല രീതിയിൽ ഇതിനെ എക്സ്പെർട്ടൈസായി കിടക്കുവാണോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഇതിൻ്റെ ഒരു ജെന്യുവിനിറ്റി എവിടെ കിടക്കുന്നത്? ഞാൻ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പരീക്ഷ എഴുതാൻ പേടിയുണ്ടെന്ന് വിചാരിക്കുക, അതിന് എക്സാമിനോട് ഭയമുണ്ട്. ആ കുട്ടിക്ക് ഒരു പേന പൂജിച്ച് നൽകുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ സമയത്ത് ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ മാനസികമായ ഒരു സമ്മർദ്ദമുണ്ട്, അതിന് പോയി അത് ചെയ്യാം. പക്ഷേ അതിനകത്ത് വേറൊരു അപകടം എന്താ വെച്ചാൽ, നമ്മൾ ഈ കുട്ടി പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ ആ കുട്ടീനെ വിളിച്ചിട്ട് പറയണം, എടാ മോനെ, നീ പേന പൂജിച്ചത് കൊണ്ട് മാത്രമല്ല നീ എഴുതിയത്, നീ പഠിച്ചതേ നിനക്ക് എഴുതാൻ പറ്റുള്ളൂ. പേന പൂജിച്ചുകൊണ്ട് നിനക്കുണ്ടായത് കോൺഫിഡൻസ് ആണ്, നിനക്കൊരു ധൈര്യമാണ് കിട്ടിയത്. ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടുത്ത എക്സാമുകളിലൊക്കെ പേന പൂജിച്ചാൽ എഴുതാമെന്ന് ഈ കുട്ടി മനസ്സിലൊരു പ്ലാൻ ചെയ്ത് വെക്കും. അത് അവൻ്റെ പഠിത്തത്തെ ബാധിക്കും. ഇത് എത്രയോ നാൾ മുമ്പ് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും അവരത് കണ്ടെത്തി വെച്ച് ഇങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളിടത്താണ് ആ പ്രശ്നം വരുന്നത്. നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഒരു ആത്മഹത്യയുടെ മുൻപിലേക്ക് പോകുന്ന ഒരാളെ ഒരു സിമ്പിൾ വാക്കുകൊണ്ടൊരു ജോലിസിന് ടക്കെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. അത് ചിലപ്പോൾ വേറൊരാൾക്ക് ആ സമയത്ത് തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ സയൻസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയ ഇൻവെൻഷൻസ്, പുതിയ സംഭവങ്ങൾ വരുന്നു. ഇപ്പം നമ്മൾ ഈ ഗ്രഹങ്ങളെ പറ്റി പറയാം. നേരത്തെ നവഗ്രഹങ്ങളായിരുന്നു, ഇപ്പം അഷ്ടഗ്രഹങ്ങളായി. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ 2 അധികം വന്നേക്കും. അപ്പോൾ ഈ ഇപ്പുറത്തെവിടെ ഇതിലെവിടെ ചേഞ്ച് വരാൻ പോകുന്നത്? ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. ഇപ്പോൾ അടുത്തൊരു തലമുറയോട് നമുക്കിത് കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് ആകാശത്തിലെ ഗ്രഹങ്ങളെ പറ്റി തന്നെയാണോ ഇവിടെ പറയുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ പഠനം വരുന്നില്ല എന്നുള്ളതിനകത്തൊരു ശരിയായിട്ടുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിൽ ഈ ഹൊറോസ്കോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത് നമ്മൾ കവടിയിലെടുത്താലും ഇതിലെടുത്താലും എല്ലാം അവിടെ വരെ ശരിയാണ്. പിന്നീട് ഈ ഫലം പറയുമ്പോഴാണ് പലപ്പോഴും പലരും അവരവരുടേതായ ഇഷ്ടത്തിന് ഈ കാര്യത്തിൽ പറയുന്നത്. പക്ഷേ ഇതിന് ശരിയാണ്, ഇതിനകത്ത് പുതിയ പഠനങ്ങൾ വരണം, പുതിയ കണ്ടെത്തലുകൾ വരണം, മാറ്റപ്പെടേണ്ടത് മാറ്റപ്പെടണം. ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ചൊവ്വ ദോഷമുള്ള പെണ്ണ് അങ്ങനെയാണ്, അങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല. ചൊവ്വയ്ക്ക് അറിയത്തില്ല ഇവിടെ പെൺപിള്ളേരെ കല്യാണം മുടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിപ്പെടുന്ന കാര്യമാണ്. ഇപ്പം ചൊവ്വ 7-ലോ 8-ലോ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 7-ൽ നിൽക്കുന്ന പുരുഷ ജാതകത്തെ സംബന്ധിച്ച് കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്നവരാണ്, കുറച്ച് ഈഗോയിസ്റ്റുകൾ, അങ്ങനെ അവരുടെ ഒരു ക്യാരക്ടർ സ്റ്റഡി ഉണ്ട്. അപ്പം അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ഒരാളെ യോജിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ആക്ച്വലി ആ കാര്യത്തിലുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ പല ആളുകൾ ഇപ്പോഴും ഈ ചൊവ്വ വന്നാൽ മരിച്ചു, ചൊവ്വയ്ക്ക് അറിയത്തില്ല, ചൊവ്വയെ വലിയ ഭീകര രൂപയായിട്ടാണ് ഇവിടെ കാണുന്നത്. മാറ്റങ്ങൾ വരണം, ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. പക്ഷെ അതിന് വലിയൊരു വാല്യൂ പലരും കൊടുക്കത്തില്ല. കാരണം യഥാസ്ഥിതികരായിട്ടുള്ള ആളുകളെ നമുക്ക് അതിനെ മാറ്റുക എന്ന് പറയുന്നത് വലിയ ആ ശാസ്ത്രം അപ്പോൾ ആരാണ് കൈകാര്യം ചെയ്യുക? അതായത് ഈ ജ്യോതിഷ ശാസ്ത്രം ആരാണ് കൈകാര്യം ചെയ്യുക? അപ്പോൾ ഈ പറഞ്ഞ ഇപ്പുറത്തെ സൈഡിൽ ഫിസിക്കലി എവിഡൻ്റ് ആയിട്ടുള്ള വാലിഡേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ജ്യോതിഷ ശാസ്ത്രത്തിലെ അപ്ഡേഷൻസ് ആരാണ് കൊണ്ടുവരിക? അല്ല, ആരും കൊണ്ടുവരത്തില്ല. ഇത് കൊണ്ടുവരണമെന്ന് ഞാൻ കൊണ്ടുവരാറുണ്ട്. ഞാനിതിൽ മാറ്റങ്ങൾ എൻ്റെ ഇതിൽ മാറ്റുമ്പോൾ ഒരാളുടെ സ്വഭാവം ഇന്ന ഇതുള്ള ആൾക്ക് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിലൊരു മാറ്റം ഒരു 10-20 പേരിൽ വന്നാൽ ഞാനതിൽ മാറ്റം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ മാറ്റി സംസാരിക്കുന്ന ആളാണ്. അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പറയില്ലേ, പലപ്പോഴും അത് ഈ പൊതു സമൂഹത്തിലെ ചില ആളുകളുടെ ഒരു ചിന്ത ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്നു, അവർക്കിത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സാധനമാണ് പലപ്പോഴും ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ പല രാജ്യത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഇങ്ങനെ വിടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുക. അപ്പം അതിലുള്ളൊരു യാഥാർത്ഥ്യം ഭയങ്കര വിശ്വാസികളും ഉണ്ട്. ഇതിൽ അപകടം ഇവിടെ അറിയോ, ഒത്തിരി കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നുണ്ട്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 3 പേര്, 2 പേര് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു, അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. അതിൽ 2 പേർക്ക് ഒരു ജോലിയെല്ലാം കിട്ടി, സർക്കാർ ഉദ്യോഗസ്ഥരായി. ഇവന് ജോലിയൊന്നും ഇല്ലാന്നപ്പോൾ ഇവർ ചെറിയൊരു പൈസയൊക്കെ ഇട്ടിട്ട് ഒരു ലോണൊക്കെ എടുത്തിട്ട് ഇവർക്ക് ഒരു ബിസിനസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ തമ്മിൽ എന്തോ ഒരു അകൽച്ചയായി. അങ്ങനെ ഇവൻ കല്യാണം കഴിച്ചു, അതായത് ഈ ബിസിനസ് നടത്തുന്നവൻ. എന്നിട്ട് ഇവരെ 2 പേരുടെയും കുറ്റം അവൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, നീ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞു. അവരപ്പുറത്തെ വീട്ടിലെ ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഇതാരും പറയില്ല. ആ ചേച്ചി കുടുംബശ്രീ മീറ്റിങ്ങിലെങ്ങാണ്ട് പോയിരുന്നിട്ട് ഈ കാര്യം അടിച്ചങ്ങനെ സംഭവം നാട് മൊത്തം പറഞ്ഞു. അത് ഇവനില്ല, അവർ 2 കൂടെ ചെയ്തതാണ്. ഇവനതിലുള്ള ഇവന്മാർക്ക് ഇവനോട് ശത്രുതയായിട്ട് ഇവരൊരു കോഴിക്കടയിൽ പോയിട്ടൊരു കോഴിത്തല വാങ്ങി അതിനകത്ത് തകിടിടിച്ച് കയറ്റി ഭസ്മമിട്ട് മഞ്ഞപ്പട്ടിലൊക്കെ പൊതിഞ്ഞ് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ചരട് കെട്ടി ഇവൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ടു. കൃത്യം 8 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബിസിനസ് തകർന്നു. നമുക്കറിയാം അതിലൊന്നുമില്ലെന്ന്. പക്ഷെ ഇത് കണ്ടതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവുകളെ മുഴുവൻ അവൻ കൗണ്ട് ചെയ്യും.
അപ്പോൾ അവിടെ എൻ്റെ കൗണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കാണാതിരുന്നെങ്കിലോ? ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ഞാൻ വരുന്നത് ഇത് കണ്ടതുകൊണ്ടാണ് അവൻ അതിന് ശേഷം ഉണ്ടായ ഇപ്പം പ്രാക്ക് ബലിക്കുമോ എന്ന് ചോദിച്ചാൽ ബലിക്കും, വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ബലിക്കും. ഇല്ലെങ്കിൽ പ്രാഗിന്ന് നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയും. യൂസഫ് അലി ലുലുമാൾ തുടങ്ങുമ്പോൾ എല്ലാവരോടും കുത്തിയിരുന്ന പ്രാഗിയെ പോലെ, ഇല്ലെങ്കിൽ എന്നെ പ്രാഗിയെ പോലെ എന്നെ ഞാൻ എൻ്റെ ചോദ്യം, ഞാൻ എൻ്റെ ഡയറക്റ്റ് ശത്രുക്കൾ മന്ത്രവാദികൾ, ദുർമന്ത്രവാദികൾ. എന്നാൽ പിന്നെ ഇവർക്ക് എനിക്ക് അങ്ങ് കൂടാതെ ചെയ്താൽ പോലെ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളല്ലാതെ ഫിനാൻഷ്യൽ പ്രശ്നം അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ വളരെ എൻജോയ് ചെയ്ത് ആഹ്ലാദത്തോടു കൂടി ജീവിക്കുന്ന ആളാണ്. അത് ബോധറാകുമ്പോഴാണ് ഈ പ്രശ്നം. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ബ്ലാക്ക് മാജിക് എവിടെ ആയിക്കട്ടെ, എനിക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രാമുണ്ട്. ഇതിപ്പോൾ പറഞ്ഞ് എന്നെ ഇരുത്തി എനിക്കൊരു പ്രോഗ്രാമിന് പോകണം, എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി ഞങ്ങൾ ഇതിനെ സംസാരിച്ച് ഇങ്ങനെ മൂർധന്യാവസ്ഥയിലേക്ക് ഞങ്ങൾ ഓഡിയൻസിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ പോകുന്നത്? എനിക്കൊരു പ്രോഗ്രാമുണ്ട്. ഞാൻ ഡോക്ടറെ എന്നെ വിടാനൊരു ഇപ്പം എന്തായാലും ഇത്രയും നമ്മൾ മെനക്കെട്ടല്ലോ. കുറച്ച് കാര്യങ്ങളോട് അല്ലേ? ശല്യം ഉണ്ടാക്കരുത്, കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല ഇനി വളരെ ലൈറ്റ് അല്ല, തേനും പാലും പോലത്തെ സാധനം. പഴയ തേൻ. ശരി.